സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. മോഹൻലാലിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനാണ്. നമുക്കറിയാം മലയാളത്തിൻ്റെ ഇതിഹാസം, മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും അതിനുശേഷം അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ അമ്മ മരിച്ചിട്ടും ചിരിയും കളിയും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്, അമ്മയോടൊരു സ്നേഹമില്ലാത്ത ജീവിതത്തിലും അഭിനയിക്കുന്ന ഒരു മോഹൻലാലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല, തമ്മിൽ അങ്ങനെയായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം. എന്നാൽ ആ വീഡിയോ കാണാതെ പല ആളുകളും അതിൽ കമൻറ്റ് ഇടുന്നുണ്ട്. അവരുടെ കുറ്റമല്ല, തമ്മിൽ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ തമ്മിൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞ ഒരു കൂട്ടം ആളുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? മോഹൻലാലിനോട് വിരോധമുള്ള, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നു കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ. അതൊരിക്കലും മമ്മൂട്ടി ഫാൻസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ സംഖ്യകളാണെന്നോ ഞാൻ പറയില്ല. അത് ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. മോഹൻലാലിൻ്റെ അമ്മയുടെ മരണത്തിലും ഈ പറയുന്ന രാഷ്ട്രീയവും അതേപോലെ തന്നെ ഈ പറയുന്ന ഫാൻസിൻ്റെ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുത്തിത്തിരികി കയറ്റാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ അവരുടെ ആ ഒരു ചേതോവികാരം കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു കിടക്കുമ്പോഴും മോഹൻലാൽ ചിരിച്ചും കളിച്ചും നടക്കുന്നു എന്നവർ പറയാൻ കാരണമായത്. ഒരിക്കലും ഞാൻ അങ്ങനെ മോഹൻലാലിനെ അവഹേളിച്ചൊരു മനുഷ്യനോ അല്ല മോഹൻലാലിനെ അവഹേളിക്കുന്ന ഒരു മനുഷ്യനോ അല്ല. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യന് ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് സന്തോഷിക്കാനുള്ളൊരു വകയാണ് സ്വന്തം അമ്മ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ആ അമ്മയെ എങ്ങനെ നോക്കിയെന്നുള്ളൊരു കാര്യം വെച്ചിട്ട്. ആ അമ്മയെ പൊന്നുപോലെയാണ് മോഹൻലാൽ നോക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു വിഷയം കൊണ്ട് മാത്രമല്ല, ആ അമ്മ 10 വർഷമായിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 10 വർഷത്തിൽ അമ്മയുടെ എല്ലാ പിറന്നാളിലും മോഹൻലാൽ ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും അവിടെ നിന്ന് ഓടി അമ്മയെ കാണാനായിട്ട് എത്തിയിരുന്നു എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ അമ്മയുടെ എല്ലാ പിറന്നാൾ ദിവസങ്ങളിലും അമ്മയോടൊപ്പം ചിലവഴിച്ചിരുന്ന, അമ്മയെ തൻ്റെ ഏത് സിനിമകൾ ഇറങ്ങിയാലും അതെല്ലാം അമ്മയെ കാണിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന, അമ്മയെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു മോഹൻലാൽ എന്ന് പറയുന്നൊരു നടന വിസ്മയം അദ്ദേഹത്തിനെയായിരുന്നു നമ്മൾ ആ വീട്ടിൽ കണ്ടത്. അദ്ദേഹം എല്ലാവരുടെയും അടുത്ത് ചിരിച്ചും സഹകരിച്ചുമൊക്കെ നിൽക്കുന്നുണ്ട്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷമമില്ലാഞ്ഞിട്ടോ അമ്മയുടെ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ആ അമ്മയെ പൊന്നുപോലെ നോക്കി അമ്മ സ്വർഗത്തിലേക്ക് യാത്രയായ സമയത്തും അമ്മയോട് ഒരുപാട് സ്നേഹത്തോടുകൂടി തന്നെയാണ് മോഹൻലാൽ അവിടെ നിന്നത്. ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, മോഹൻലാൽ ജീവിതത്തിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെന്നാണ്. എങ്ങനെയാണ് സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഉള്ളു നീറിയിട്ടും ഉള്ളു പിടഞ്ഞിട്ടും അതൊന്നും മുഖത്ത് കാണിക്കാതെ എല്ലാവരോടും ചിരിച്ചും കളിച്ചും എല്ലാവരോടും സൗഹൃദം പുതുക്കിയും ഒക്കെ നിൽക്കുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യവും. അപ്പോൾ അത് മനസ്സിലാക്കാതെ, അല്ല ആ വീഡിയോ മുഴുവനായിട്ടും കാണാതെയാണ് പലരും കമൻറ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെ തെറ്റു പറയാൻ സാധിക്കത്തില്ല. ആ വീഡിയോ മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നേരെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. അങ്ങനെ പറയുന്ന ചില ആളുകളുടെ ചേതോവികാരം നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് അതിനുശേഷം ഞാൻ കണ്ടൊരു പോസ്റ്റാണ് മോഹൻലാൽ ഇട്ടിരിക്കുന്നത്. ഒരു 3 മണിക്കൂറായിട്ടുണ്ട് ആ പോസ്റ്റ് വന്നിട്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എക്കാലവും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പൂകി. അമ്മയുടെ വിയോഗത്തെ തുടർന്ന് എൻ്റെ ദുഃഖത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ. വീട്ടിലെത്തിയും ഫോൺ മുഖാന്തരവും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും അനുശോചനം രേഖപ്പെടുത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം, പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടിരിക്കുന്നത്. ആ പോസ്റ്റിൽ മോഹൻലാൽ പറയുന്നത്, എന്നെ ഞാനാക്കിയ എൻ്റെ ജീവിതയാത്രയിൽ സ്നേഹവാത്സല്യം കൊണ്ടും സാമീപ്യം കൊണ്ടും എക്കാലവും കരുത്തായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മ വിഷ്ണുപാദം പൂകിയെന്നാണ്. അതായത് മോഹൻലാലിൻ്റെ കരുത്തും മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തതിനും എല്ലാം പ്രധാന പങ്ക് വഹിച്ചത് ആ അമ്മയായിരുന്നു. അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. ഈ ദേഷ്യപ്പെടാത്ത ആളുകൾ ദേഷ്യപ്പെടുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും അല്ലേ? അത് നമ്മൾ മോഹൻലാലിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കണ്ടതാണ്. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ അമ്മയെ എങ്ങനെയാണ് നോക്കിയതെന്നും ആ അമ്മയോട് അദ്ദേഹത്തിന് എന്ത് സ്നേഹമായിരുന്നു ഉണ്ടായിരുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴായിട്ട് ഇൻ്റർവ്യൂസിലും പല ചോദ്യങ്ങളിലും ഒക്കെ കണ്ടതാണ്. അപ്പം മോഹൻലാലിനെ ഇങ്ങനെ കുറ്റം പറയാനായിട്ടിരിക്കുന്ന ആളുകളുടെ ചെയ്ത വികാരം ഓർക്കുമ്പോൾ വിഷമം മാത്രമേ ഉള്ളൂ. ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ പിണറായി വിജയൻ സഖാവ് അവിടേക്ക് ചെന്നപ്പോൾ എഴുന്നേറ്റില്ല, ഇവൻ കസേരയിൽ നിന്ന് ആസനം ഒന്ന് പൊക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദവുമായിട്ട് കമ്മിക്കുട്ടന്മാരൊക്കെ വന്നായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ മോഹൻലാലിൻ്റെ വീട്ടിലെ വിഷയത്തിനെ ഞാൻ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അമ്മയെ സ്നേഹിക്കുന്നില്ല, അമ്മ മരിച്ചു കിടക്കുമ്പോൾ ചിരിച്ചും കളിച്ചും നിൽക്കുന്നു എന്ന് ഇവന്മാർ പറഞ്ഞതാണ് കാരണം. അപ്പോൾ അങ്ങനെ പറയുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ശുദ്ധമായിട്ടുള്ള ചെറ്റത്തരമാണ്. ഒരിക്കലും ഞാൻ ആ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അവരുടെ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ അമ്മയുടെ വിയോഗത്തിൽ അതിനെ കളിയാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നിലപാട്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇപ്പോൾ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥയിൽ പങ്കുകൊള്ളാനായിട്ടും ആ വീട്ടിലേക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ വഴിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ടുമൊക്കെയാണ് മോഹൻലാൽ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ആ ചെറിയ വാക്കുകളിൽ തന്നെ എല്ലാമുണ്ട്. അധികം ഒന്നും വലിച്ചു നീട്ടാതെ ചെറിയ ചുരുങ്ങിയ വാക്കുകളിൽ ദീർഘിപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ കാര്യങ്ങളെല്ലാം. ആ കാര്യങ്ങളിൽ അല്ല ആ ഒരു ചെറിയ വാക്കുകളിൽ തന്നെ ഉണ്ട് മോഹൻലാലിൻ്റെ സ്നേഹം, ആ ഒരു വാത്സല്യം, ആ കരുതൽ സ്വന്തം അമ്മയോടുള്ളത്. ആ അമ്മയെ പൊന്നുപോലെ നോക്കിയ ഒരു മകൻ തന്നെയാണ് മോഹൻലാൽ എന്നൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ഒരാൾ എൻ്റെ ഒരു കമൻറ്റിൽ അല്ലെ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഈ 3000 സ്ത്രീകളെ ഭോഗിച്ചവനാണ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മോഹൻലാൽ തന്നെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടായിരുന്നു, പല ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുമായിട്ടെല്ലാം എനിക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ശാരീരിക ബന്ധമുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ താല്പര്യം മൂലം തന്നെയാണ്. അതിനെ ഇല്ല എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടൊന്നുമുള്ളൊരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന് 3000 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എന്നിട്ട് അമ്മയോട് സ്നേഹവും കഷ്ടം തന്നെ, എന്തൊരു ഉടായ്പാണെന്നൊക്കെയാണ് അവർ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ആ ഒരു കമൻറ്റിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കും. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാവുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല. തൻ്റെ മുൻപിലേക്ക് വന്നിട്ടുള്ള 3000 പേരും അല്ലെ 300 പേരാണെങ്കിൽ 300 പേര്, അല്ലെ 10 പേരാണ്, അല്ലെ ഒരാളാണെങ്കിലും അവർക്ക് താല്പര്യമുണ്ടായിട്ടാണ് മോഹൻലാലിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക. അല്ല മോഹൻലാൽ ഫോൺ വിളിച്ചിട്ട് എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചിട്ട് പോയിരിക്കുന്നൊന്നുമല്ല. അപ്പം അങ്ങനെ മോഹൻലാലിനോടൊപ്പം ഒരു ദിവസം ഇരിക്കണം, അല്ലെ മോഹൻലാലിനോടൊപ്പം ഒരു ദിവസം കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ രീതിയിൽ പോയിട്ടുള്ളത്. അതിനെ നമ്മൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കാനേ പാടില്ല, അത് തെറ്റാണ്. അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളും അങ്ങനെയുള്ള പ്രവൃത്തികളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇതിഹാസമാണ്. മമ്മൂക്കയും മോഹൻലാലും ഒക്കെയാണ് മലയാള സിനിമയുടെ സ്വത്തെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, ഗുരുക്കന്മാരെ ബഹുമാനിക്കാത്ത രണ്ടുപേരാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള അവരെപ്പറ്റി ഇങ്ങനത്തെ അപരാധങ്ങൾ വന്നിരുന്ന് പറയുന്നത് വളരെ മോശകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഇതാ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിലും നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ തന്നെയാണ്. അപ്പം അങ്ങനെ സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയിട്ടുള്ള, നമുക്കറിയാം അമ്മയ്ക്ക് വയ്യാതായെന്നറിയുമ്പോൾ, അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളുണ്ടെന്നറിയുമ്പോൾ പല മക്കളും എന്താ ചെയ്യുന്നത്? വൃദ്ധസദനത്തിലേക്ക് നൈസായിട്ടങ്ങ് തള്ളിവിടും. എന്നിട്ട് അവരെ അവിടെ അങ്ങിട്ട് അവരെ നരകിപ്പിക്കുക, അവരുടെ ജീവിതം അവരെ തിരിഞ്ഞുപോലും നോക്കത്തില്ല. നമ്മളെയൊക്കെ താഴെ വീഴുമോ അല്ലെ തലയിൽ വെച്ചാൽ പേനരിക്കുമോ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമോ എന്ന് പേടിച്ച് വളർത്തിയിരുന്ന അച്ഛനും അമ്മയും അവരെയൊക്കെ അവരുടെ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ഒരു 60-70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പതിയെ പതിയെ അവരെ അങ്ങോട്ട് മക്കൾ വെറുത്തു തുടങ്ങും. എന്നിട്ട് സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ പറയുന്നതും കേട്ട് അമ്മയും അച്ഛനും ഒരു സൈഡിലേക്ക് തള്ളിക്കളയുന്ന മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലൊന്നും ഒരിക്കലും ഇത്രയും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള, ഇത്രയും പണമുള്ള, എല്ലാ രീതിയിലും അതായത് രാജാവിനേക്കാളൊക്കെ മുകളിൽ ജീവിക്കാനുള്ള സമ്പത്തുമൊക്കെയുള്ള അത്രയും താരപദവിയുള്ളൊരു മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ രീതി അദ്ദേഹം ചിന്തിക്കുക, ആ രീതി പ്രവർത്തിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആ അമ്മയുടെ കുഞ്ഞ് തന്നെയാണ് എപ്പോഴും. അതായത് ആ അമ്മയുടെ ലാലൂട്ടൻ എന്നാണ് ആ അമ്മ മോഹൻലാലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ അമ്മ മോഹൻലാലിനെ ലാലൂട്ടാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു അമ്മയുടെ മുൻപിൽ ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലെ, ഇത്രയും പ്രായമുണ്ട്, ഇത്രയും ആരോഗ്യമുണ്ട്, ഇത്രയും വലിയൊരു ശരീരമൊക്കെ ഉള്ളൊരു മോഹൻലാൽ ആ അമ്മയുടെ മുൻപിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് എപ്പോഴും നിൽക്കാറുള്ളത്. ആ അമ്മ കിടപ്പിലാണെങ്കിലും ആ അമ്മയ്ക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും ആദരവും എല്ലാം മോഹൻലാൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ഈ രീതിയിൽ പറയുന്നത് മോശമാണ്. ഒരു മരണത്തിലും നമ്മൾ ഇങ്ങനത്തെ ഈ നമ്മുടെ ഈ ചേതവികാരങ്ങളും നമ്മുടെ ഈ വൃത്തികെട്ട ചിന്താഗതികളും ഒക്കെ കുത്തിക്കയറ്റി വിടുന്നത് വളരെ മോശകരമായിട്ടൊരു അവസ്ഥയാണ്. അയാളും ഒരു മനുഷ്യനാണ്, അയാൾക്കും വിഷമമുണ്ട്. ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു മകനുമായിരുന്നു, നല്ലൊരു അച്ഛനുമായിരുന്നു, നല്ലൊരു എല്ലാ രീതിയിലും അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആ വീഡിയോ മുഴുവനായിട്ടും കാണണമെന്ന് പ്രത്യേകിച്ച് വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.